ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ 1980 തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളും വളരെ സസൂക്ഷ്മം വീക്ഷിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇതുവരെയുള്ള അനുഭവത്തിൽ രണ്ടാം പിണറായി വിജയൻ സർക്കാർ നേരിടുന്ന ഭരണവിരുദ്ധ വികാരം ഈ കാലഘട്ടത്തിലെ മറ്റൊരു ഗവൺമെന്റിനും ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഓരോ ദിവസവും സർക്കാരിനെതിരായ അല്ലെ സർക്കാരിനെ ജനവിരുദ്ധമാക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ സർക്കാർ നടപടികളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇതിന്റെ മറ്റൊരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ 2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ UDF ഒരു മേൽക്കൈ ഉണ്ട്, അല്ലെങ്കിൽ ജയിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. പക്ഷേ ഈ കാര്യം മനസ്സിലാക്കാത്ത ചിലര് കോൺഗ്രസിൽ തന്നെയാവുള്ളത്. CPM അത് മനസ്സിലാക്കുന്നുണ്ട്. അതനുസരിച്ച് അവരുടെ നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇപ്പൊ ഏറ്റവും അവസാനം ഈ ശബരിമലയിലെ അല്ലെങ്കിൽ പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമം അതുപോലും തെറ്റുതിരുത്തി ഭൂരിപക്ഷ സമൂഹത്തിന്റെ വോട്ടുകൾ എങ്ങനെയെങ്കിലും കൈക്കലാക്കാനുള്ള ഒരു നീക്കമാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വളരെ ശ്രദ്ധാപൂർവം അവര് മുന്നോട്ട് കരുക്കൾ നീക്കുന്നുണ്ട്. പക്ഷേ UDF അല്ലെങ്കിൽ കോൺഗ്രസ് ആണല്ലോ UDF നയിക്കുന്നത്. ആ പാർട്ടിയിലാണ് അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തെ പറ്റി വേണ്ടത്ര ബോധമില്ലാതിരിക്കുന്നത്, അല്ലെങ്കിൽ അത് കണ്ടില്ല എന്ന് നടിക്കുന്നത്, അതുമല്ലെങ്കിൽ അമിതമായ ആത്മവിശ്വാസം സാധ്യതകളെ കെടുത്താനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത്. നമ്മൾ കണ്ട ഏറ്റവും അവസാനത്തെ ഒരു ഭരണവിരുദ്ധ വികാരം വളർത്തുന്ന സംഭവം ഈ പോലീസ് സ്റ്റേഷനുകളിൽ, ലോക്കപ്പുകളിൽ സാധാരണ ജനങ്ങൾ, പരാതിയുമായി ചെല്ലുന്നവര്, ചിലപ്പോൾ സംശയത്തിന്റെ പേരിൽ പിടിച്ചകത്തിടുന്നവർ, ഇവരൊക്കെ നേരിടുന്ന അതിഭീകരമായ പോലീസ് മർദ്ദനത്തെ കുറിച്ചുള്ള വിശദാംശങ്ങളാണ്. കുന്നംകുളത്തെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്ത്, ആ ചെറുപ്പക്കാരനുണ്ടായ അനുഭവം, അയാൾ അതിന്റെ CCTV ദൃശ്യങ്ങൾക്ക് വേണ്ടി നിരന്തരം നടത്തിയ പോരാട്ടം, അതിനുശേഷം അത് ലഭിച്ചത്, അതിൽ നാം കണ്ട കാര്യങ്ങള്, രംഗങ്ങള്, അതുപോലെയുള്ള മറ്റ് സംഭവവികാസങ്ങൾ, നിരവധി ലോക്കപ്പ് മർദ്ദനങ്ങളെ കുറിച്ചുള്ള ആരോപണങ്ങളും പരാതികളും വന്നുകൊണ്ടിരിക്കുക. അത് മാത്രമല്ല, ഇതിന്റെ എല്ലാം പിന്നാലെ ഈ CCTV ദൃശ്യങ്ങൾക്ക് വേണ്ടിയുള്ള അപേക്ഷകളും ഉണ്ട്. അപ്പൊ ഇതൊക്കെ അനുകൂലമായ സാഹചര്യങ്ങളാണ്. ഇനി വലിയൊക്കെ സമരമൊക്കെ നടക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസും ഒക്കെ. പക്ഷെ ഇങ്ങനെയാണോ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള വർഷം അനുകൂലമായ രാഷ്ട്രീയ പരിതസ്ഥിതികൾ പ്രയോജനപ്പെടുത്തേണ്ടത് എന്ന ചോദ്യം ഈ കോൺഗ്രസിനെയും UDF ഒക്കെ വീക്ഷിക്കുന്ന ആളുകളുടെ മനസ്സിലുണ്ടാവും. കുറഞ്ഞ പക്ഷം ഈ ഗവൺമെന്റ് മാറി പുതിയൊരു ഗവൺമെന്റ്, UDF സർക്കാരിനാണ് സാധ്യത. അത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അതൊരു പക്ഷേ പിണറായി വിജയനോടോ ഗവൺമെന്റിനോടുള്ള ദേഷ്യം കൊണ്ട് മാത്രമല്ല, ഈ ഗവൺമെന്റ് അത്രയ്ക്ക് കെട്ടതായതുകൊണ്ടാണ്. അവരുടെ പ്രവർത്തനങ്ങൾ ഈ ഒന്നാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് നോക്കുമ്പം മന്ത്രിമാരുടെ ക്വാളിറ്റി, അല്ലെങ്കിൽ അവരുടെ മികവ്, അവരുടെ കഴിവ്, ഇതെല്ലാം പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു തിരിച്ചുവരവിന് എതിരായിട്ട് നിൽക്കുന്ന ഘടകങ്ങളാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, അത് മറ്റൊരു വിഷയമാണ്. പക്ഷേ നമ്മൾ പറഞ്ഞു പോകുന്നത് കോൺഗ്രസിന്റെയും UDF കാര്യമാണ്. അവര് ഈ സാഹചര്യങ്ങളെ എങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുന്നു, അല്ലെങ്കിൽ നേരിടുന്നു എന്നുള്ളതാണ്. ചെറിയ കാര്യങ്ങള്, കൊച്ചു പ്രശ്നങ്ങള്, നിസ്സാരമെന്ന് പറയാവുന്ന സംഭവങ്ങള്, അതിനെയൊക്കെ ഏറ്റെടുത്ത് പെരുപ്പിച്ച് എങ്ങനെ അന്യന് ഒരു പണി കൊടുക്കാമെന്നുള്ള ചിന്തയിലാണ് പല കോൺഗ്രസ് നേതാക്കളും. ചെറിയ കാര്യങ്ങൾ മതി അവർക്ക് കേട്ടോ. വലിയ പ്രശ്നങ്ങളോ നയപരമായ ഇഷ്യൂസ് ഒന്നും അവർക്ക് വേണ്ട. ഇപ്പൊ ഇതിന്റെ ഏറ്റവും അവസാനം എന്തുവാ? പ്രതിപക്ഷ നേതാവ് VD സതീശൻ പിണറായി വിജയൻ ഒരുക്കിയ ഒരു ഓണസദ്യയിൽ പങ്കെടുത്തു. അത് വലിയ അപരാധമായി പോയി. കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് അങ്ങനെ ചെയ്യാമോ? അതും നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കുന്നംകുളത്തെ VS സുജിത്തിന് ലോക്കപ്പ് മർദ്ദനം ഏൽക്കുന്നത് സംബന്ധിച്ച ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം ഇതൊക്കെ ചെയ്യാമോ? ചിലരുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ സതീശന് ഇതിനപ്പുറത്തൊരു അപരാധം ചെയ്യാനില്ല, അതുപോലെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹത്തിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പം ചിലർ പറയുന്നു ഈ കുന്നംകുളം ലോക്കപ്പ് മർദ്ദനവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷമല്ല, മുമ്പാണ് VD സതീശൻ പിണറായിയുടെ ഓണാഘോഷ പരിപാടികളിൽ അല്ലെങ്കിൽ സദ്യയിൽ പങ്കെടുത്തതെന്നൊക്കെയാ. അത് മുമ്പായിക്കൊള്ളട്ടെ പിൻപായിക്കൊള്ളട്ടെ, ശിടാ പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നൽകുന്ന ഒരു ഓണസദ്യയില് സമൂഹത്തിന്റെ വിവിധ രംഗങ്ങളിലുള്ള ആളുകൾ അതിൽ പങ്കെടുക്കുക. രാഷ്ട്രീയ നേതാക്കളുണ്ട്, സാമുദായിക നേതാക്കൾ, കലാകാരന്മാര്, സ്പോർട്സ് താരങ്ങൾ, ഇവരൊക്കെ ഉണ്ട്. അവരൊക്കെ പങ്കെടുക്കുന്ന ഒരു ഓണസദ്യ കഴിച്ചതിൽ എന്താണ് ഇത്ര വലിയൊരു അപരാധമെന്ന് പറയാനുള്ളത്? അയ്യോ, പോയത് വളരെ തെറ്റായിപ്പോയി, ഞാനാണെങ്കിൽ പോവില്ലായിരുന്നു, ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേ ഇതിന്റെ ഒന്ന് അർത്ഥം ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നില്ല.
അത് ഈ കുന്നംകുളത്തെ ലോക്കപ്പിലെ ദൃശ്യങ്ങളുമായിട്ട് എന്താ ബന്ധമുള്ളത്? ചില സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. മുൻ KPC പ്രസിഡന്റ് തെന്നല ബാലകൃഷ്ണപിള്ള അദ്ദേഹം അന്തരിച്ചപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ദിരാഭവനിലെത്തി അന്ത്യാഞ്ജലികൾ അർപ്പിക്കുക. അതിൽ പങ്കെടുത്ത് പിണറായി വിജയൻ പെട്ടെന്ന് തിരിച്ചു പോകുന്നില്ല. ഇന്ദിരാഭവനില് AK ആന്റണി ഇരിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഓഫീസായിട്ട് ഉപയോഗിക്കുന്ന ഒരു മുറിയുണ്ട് താഴത്തെ നിലയിൽ. അവിടെ അദ്ദേഹം ഇരുന്നു. സണ്ണി ജോസഫ്, VD സതീശൻ, K സുധാകരൻ മുതലായവരോട് സംസാരിക്കുന്നു. എന്നിട്ടാണ് പോകുന്നത്. അത് CPM വലിയ പ്രശ്നമാക്കിയോ? എന്തിനാണ് മുഖ്യമന്ത്രി ഈ പ്രധാന പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിന്റെ ആസ്ഥാന മന്ദിരത്തിൽ ചെന്ന് അവിടുത്തെ ഓഫീസിൽ കയറിയിരുന്ന് സംസാരിച്ചെന്ന് ഏതെങ്കിലും CPM കാരൻ ചോദിച്ചോ? ഇല്ലല്ലോ. പക്ഷെ ഇവിടെയോ ഒരു സദ്യ ഉണ്ടതിന്റെ പേരില്ല. അതിപ്പോ ഈ കുന്നംകുളം ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നതുകൊണ്ടാണ് വലിയ ഇഷ്യൂ ആക്കുന്നത്. ഇനി അതില്ലായിരുന്നെങ്കിലോ? ഒരു 3 കൂട്ടം പായസം കഴിച്ച ഉടനെ വേണേ പറയാം പ്രതിപക്ഷ നേതാവ് എന്തിനാണ് 3 പായസം കഴിച്ചത്? ഒരെണ്ണം പോരായിരുന്നു. ഒരു കഴിച്ചു എന്ന് വരുത്താൻ വേണ്ടി ഒരു പായസം കഴിച്ചാൽ മതിയായിരുന്നല്ലോ. 3 കഴിച്ചതോടെ നിങ്ങൾ പിണറായി വിജയന്റെ ഭരണത്തെ അംഗീകരിക്കുന്നു എന്നല്ലേ അർത്ഥമാകുന്നത്? ഊണുകഞ്ഞൊരു ഏമ്പക്കം വിട്ടായിരുന്നു അതിനേക്കാൾ പ്രശ്നമായേനെ. അത് പിണറായി ഭരണകൂടത്തെ അംഗീകരിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞേനെ. ഈ രീതിയിലാണ് കാര്യങ്ങൾ, കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് വഷളാക്കി പാർട്ടി പ്രവർത്തകർക്കിടയിലും സാധാരണക്കാർക്കിടയിലും ഒക്കെ അപമതിപ്പുണ്ടാക്കുന്നത്. ഇതൊരു സാധാരണ കാലാവസ്ഥയിലാണെങ്കിൽ കുഴപ്പമില്ല. ഈ യുദ്ധകാലത്താണ്. തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാ 2026 മെയ്യില് അല്ലെങ്കിൽ ഏപ്രിലോ മെയ്യിലോ. അപ്പോഴാണ് ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വലുതാക്കുന്നത്. ഇതിനിടയിൽ ഇതിനേക്കാൾ നിസ്സാരമായ മറ്റൊരു കാര്യം നടന്നു. KPCCയുടെ സോഷ്യൽ മീഡിയ വിഭാഗം ഒരു ട്രോള് GSTയുമായി ബന്ധപ്പെട്ട് അത് ബീഹാർ ഇലക്ഷൻ മുൻകൂട്ടി കണ്ടുകൊണ്ടാണെന്നുള്ള മട്ടിൽ BDയെയും ബീഹാറിനെയും ചേർത്ത് വെച്ചുകൊണ്ടൊരു ട്രോള്. അത് ബീഹാറിലെ BJPക്കാരത് മനസ്സിലാക്കി. മിക്കവാറും ഇവിടുത്തെ ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് അയച്ചു കൊടുത്തായിരിക്കണം അതിന്റെ ഒരു സ്ക്രീൻഷോട്ട്. അല്ലാതെ ഇപ്പൊ ബീഹാറിൽ ഇരിക്കുന്ന BJPക്കാരന് ഇത് മനസ്സിലാക്കുകയാണ്. എന്തായാലും അവരറിഞ്ഞു, അത് വലിയ ഇഷ്യൂ ആക്കി. അതിന്റെ പേരിൽ VT ബൽറാം, ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ചുമതല വഹിച്ചിരുന്ന ആളാ, അദ്ദേഹം അത് കളഞ്ഞേച്ചു പോയി. അപ്പൊ ഉടനെ VT ബൽറാം അങ്ങനെ ഇതിന്റെ ചെയർമാനായിരുന്നു, തലവനായിരുന്നു എന്നുള്ളത് നമുക്കറിയത്തില്ലായിരുന്നു. അല്ല, അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞു വേറൊരാള്. ഇതെല്ലാം ഈ പറയുന്നത് മാധ്യമ പ്രവർത്തകരോടാ. അവര് ഒരു മൈക്കുമായിട്ട് ഇരുന്ന ഉടനെ എന്തെങ്കിലും പറയണമല്ലോ, അതിനുവേണ്ടി പറയുന്നതാ. അതിപ്പോ ഒരു വലിയ തർക്ക വിഷയമായിരിക്കുക. ഒന്നാമത്തെ കാര്യം, ഈ ട്രോൾ അങ്ങനെ വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. BDയെയും ബീഹാറിനെയും ബന്ധപ്പെടുത്തി അതിനെന്താ? ആരെ കുറിച്ചൊക്കെ ട്രോൾ വരുന്നു. പ്രധാനമന്ത്രി ട്രോൾ ചെയ്യപ്പെടുന്നു, രാഹുൽ ഗാന്ധിയെ കുറിച്ച് ട്രോൾ വരുന്നു, സോണിയാഗാന്ധിയെ കുറിച്ച് വരുന്നു. ഇതിനൊക്കെ ആരെയൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്നത്? BDയും ബീഹാറും തമ്മിൽ ഒന്ന് ബന്ധിപ്പിച്ചു എന്ന് വിചാരിച്ചിട്ട് ഏതോ ഒരുത്തരത് ചെയ്തു. അതിപ്പോ VT ബൽറാം പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ. അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള ഒഴിഞ്ഞുപോക്ക് കണ്ടപ്പോൾ തോന്നിയത് എങ്ങനെയെങ്കിലും ഈ പദവി ഒന്ന് വച്ചൊഴിയാൻ അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു എന്നാണ്. അത് വലിയ പ്രശ്നമാണ്. അദ്ദേഹം പോയപ്പോ വന്നു, വേറെ ആളെ വയ്ക്കുന്നു. അങ്ങനെ ഒരു ട്രോൾ വന്നെങ്കിൽ വേണമെങ്കിൽ പിൻവലിക്കാം, അല്ലെങ്കിൽ മാപ്പ് പറയാം, സംഗതി തീർന്നു. പക്ഷെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇതിനെപ്പറ്റി പരസ്പരം 2 വർത്തമാനം പറഞ്ഞില്ലല്ലോ അങ്ങോട്ട് ഉറക്കം വരത്തില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ കുന്നംകുളത്തെ സംഭവം, സുജിത്തിന് മർദ്ദനമേറ്റത് സംബന്ധിച്ച വീഡിയോ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നൊരു കാര്യം. അതിന്റെ വലിയൊരു സമരം നടന്നുകൊണ്ടിരിക്കുക. നല്ല കാര്യമാണ്. അപ്പൊ കൂടുതൽ അനുഭവങ്ങൾ, ആളുകൾക്കുണ്ടായ അനുഭവങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നു. CCTV ദൃശ്യങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങൾ പലതും ഇപ്പൊ തന്നെ പെൻഡിങ്ങിലാണ്, പലതും വേറെയും ആവശ്യങ്ങൾ ഉയർന്നു വരുന്നു. പക്ഷെ ഈ സമരം നയിക്കേണ്ടതാരാ? യൂത്ത് കോൺഗ്രസ് അല്ലേ? യൂത്ത് കോൺഗ്രസിന്റെ നേതാവാ, ഒരു മണ്ഡലം പ്രസിഡന്റാണ് ഈ സുജിത്ത് എന്ന് പറയുന്നത്. അയാള് ഒറ്റയ്ക്ക് നടത്തിയ ഒരു പോരാട്ടം അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ സഹായത്തോടെ. അങ്ങനെയാണ് ഈ ദൃശ്യങ്ങൾ കിട്ടിയത്. അപ്പൊ ഈ സമരം നയിക്കേണ്ട യൂത്ത് കോൺഗ്രസ്. ആ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തില് ആ പദവി രാജിവെച്ചിട്ട് എത്ര കാലമായി? കുറഞ്ഞ പക്ഷേ ഒരു താൽക്കാലിക പ്രസിഡന്റെങ്കിലും, ഒരു ആക്ടിംഗ് പ്രസിഡന്റ്. തിരുവനന്തപുരം DCC പ്രസിഡന്റ് രാജിവെച്ചപ്പോ അവിടെ നമ്മുടെ ശക്തനെ പെട്ടെന്ന് തന്നെ ഒരു താൽക്കാലിക പ്രസിഡന്റ് ആക്കിയല്ലോ. അതുപോലെ യൂത്ത് കോൺഗ്രസിന് ഒരു താൽക്കാലിക പ്രസിഡന്റിനെ വെച്ചുകൂടെ? എനിക്ക് തോന്നുന്നു ഒരു പുതിയ പ്രസിഡന്റ് വന്നതിന് 1 വർഷം കൂടെ മറ്റുമാണ് അദ്ദേഹത്തിന് ഒരു കാലാവധി ഉള്ളത്. പകരം ഒരാളെ വെക്കാമായിരുന്നു. ഇതുവരെ ആ വഴിക്ക് മര്യാദയ്ക്ക് ഒരു ചർച്ച നടന്നിട്ടില്ല. ചോദിച്ചാൽ പറയാം, അവിടെ ബീഹാറിൽ രാഹുൽ ഗാന്ധി വോട്ടധികാർ യാത്ര നടത്തുമായിരുന്നു, അതുകൊണ്ടാണെന്ന്. ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ കണ്ടെത്താൻ പറ്റുന്നില്ല. ചെറിയ കാര്യമാണ്. അദ്ദേഹം വലിയതൊക്കെ നയിക്കേണ്ടത്. ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തന്നെ കാര്യം, എത്ര കോൺഗ്രസ് നേതാക്കളാണ് അങ്ങനെ MLA സ്ഥാനം രാജിവെക്കണം എന്നും പറഞ്ഞു വന്നത്? നല്ലപിള്ള ജമയാൻ ഇപ്പോഴും പോലീസ് അന്വേഷിച്ചു കിടക്കുക, ആരെങ്കിലും മൊഴി നൽകാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. അയാൾക്കെതിരായിട്ട് ഇതുവരെ ഒരു തെളിവും കിട്ടിയിട്ടില്ല. അയാൾ കുറ്റക്കാരനാണെന്നോ അല്ലെന്നോ ഞാൻ പറയുന്നില്ല, എനിക്കറിഞ്ഞുകൂടാ. ചില ശബ്ദരേഖകളൊക്കെ പുറത്തു വന്നു, അത് ശരിയായിട്ടുള്ളതാണോ കൃത്രിമമാണോ അതൊന്നും നമുക്കറിയാവുന്ന കാര്യമല്ല, എനിക്കറിയാവുന്ന കാര്യമല്ല. പക്ഷെ ഇപ്പോഴൊരു തെളിവ് അല്ലെങ്കിൽ പീഡനത്തിന് ഇരയായ ഒരു പെൺകുട്ടിയുടെ ഒരു പരാതി ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തൊരു ബഹളം ഉണ്ടായത്? ബഹളം ഉണ്ടാക്കിയതിന്റെ ഒരു 3/4 പങ്ക് കോൺഗ്രസ്സുകാർക്ക് തന്നെയല്ലായിരുന്നു. അതുകൊണ്ട് ആർക്കാ ഛേദം സംഭവിച്ചത്?
നഷ്ടമുണ്ടായത് ആർക്കാ? കോൺഗ്രസിന് തന്നെയല്ലേ. സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ ആലോചന തുടങ്ങിയതാണ് ഈ KPCC ജനറൽ സെക്രട്ടറിമാരെ പുതുതായിട്ട് കൊണ്ടുവരുന്ന കാര്യം, DCC പ്രസിഡന്റുമാരെ മാറ്റി നിയമിക്കുന്ന കാര്യം. ഇതുവരെയുള്ള കണക്കനുസരിച്ച് പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ ഉണ്ട് DCC പ്രസിഡന്റുമാരുടെയും KPCC ജനറൽ സെക്രട്ടറിമാരുടെയും പ്രവർത്തനം സംബന്ധിച്ച് റാങ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്. 3-4 DCC പ്രസിഡന്റുമാരാണ് A+ കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അവരൊഴികെ ബാക്കി എല്ലാവരെയും മാറ്റുമെന്ന് പറഞ്ഞതാണ്. എന്നിട്ട് മാറ്റിയോ? ആലോചനകൾ നടന്നല്ലോ. നേതാക്കളെല്ലാം ഡൽഹിയിൽ പോയി ചർച്ച നടത്തിയല്ലോ. പിന്നെന്താ തടസ്സമെന്നേ? അവിടെ ഇരുന്ന് എല്ലാവരും കൂടെ ആലോചിച്ച് ഓരോ ജില്ലകളും എടുത്ത് എത്ര ജില്ലകൾ മാറ്റണം, മാറ്റേണ്ടാത്ത 4 ജില്ലകളുണ്ടെങ്കിൽ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. ബാക്കിയുള്ള ജില്ലകൾ എടുത്തിട്ട് ആളുകൾ നിശ്ചയിച്ചുകൂടെ? ഇപ്പൊ ഗ്രൂപ്പില്ലെന്നാണല്ലോ പറയുന്നത്. പണ്ടായിരുന്നല്ലോ ഗ്രൂപ്പായിരുന്നല്ലോ പ്രശ്നം ഈ പാർട്ടിയിലെ. അതിപ്പോ ഇല്ല. പിന്നെന്താ കുഴപ്പം? പിന്നെന്താ വെക്കാത്തെ? KPCC ജനറൽ സെക്രട്ടറിമാര് തീരെ കൊള്ളാത്ത ആളുകളുണ്ടെന്നാ പറയുന്നത്. ഒരു പ്രയോജനം ഇല്ലാത്തവരുണ്ട് എന്ന് നമ്മൾ പറയുന്നതല്ല, KPCCയുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞത്. മാർക്കിട്ടിട്ടുണ്ട് അവർക്കൊക്കെ. അത് കൊള്ളാത്ത ആളുകളെ മാറ്റിക്കൂടെ? പുതിയ ആളുകളെ വെച്ചുകൂടെ? ഈ പാർട്ടിയിലെ നേതാക്കന്മാർക്കല്ലേ KPCC ജനറൽ സെക്രട്ടറിമാരാകാൻ ഇത് ആൾക്ഷാമല്ലോ? ഒന്നുമില്ലല്ലോ. എത്ര പേര് വേണമെങ്കിലും ഉണ്ട്. എന്തുകൊണ്ട് പറ്റുന്നില്ല? പിന്നെയും പറയാ ഗ്രൂപ്പില്ലല്ലോ. ഗ്രൂപ്പില്ലാതെ അത് ചെയ്തുകൂടെ? ഇപ്പം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുകയായിരുന്നാ പറയുന്നത്. വളരെ നിർണായകമായ ഒന്നാണ് ഈ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പൊക്കെ. അതൊരു അപ്പാപ്പൻ കളിയായിട്ടാണോ കോൺഗ്രസ് കണ്ടിരിക്കുന്നത്? അവിടെ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കാൻ, DCCകൾക്ക് നേതൃത്വം കൊടുക്കാൻ കൊള്ളാവുന്ന ആളുകൾ വേണ്ടെന്നാണോ? അത് പഞ്ചായത്ത് അങ്ങോട്ട് കഴിഞ്ഞോട്ടെ, അല്ലെ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും കഴിഞ്ഞോട്ടെ, പിന്നെ നോക്കാം. അതിനെന്ത് അർത്ഥമാണുള്ളത്? അതിനൊന്നും സമയമില്ല. എന്നാൽ എന്തെങ്കിലും ചീള് കേസ് കിട്ടിയാൽ ഉണ്ടല്ലോ ഉടനെ ചാടി വീഴും. PD സതീശൻ സദ്യ ഉണ്ടാൻ പോയി, VT ബലറാം രാജിവെച്ച് ഒഴിഞ്ഞു പോയി, ബീഹാറിനെ കുറിച്ച് ട്രോള് വന്നുപോയി, അതെല്ലാം ഏറ്റെടുക്കും. പക്ഷെ കാര്യമായ കാര്യം വരുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ ആർക്കും നേരമില്ല, ആർക്കും ധൈര്യമില്ല. എന്താ പ്രശ്നം? ഈ കേരളത്തിലെ കോൺഗ്രസിലെ എല്ലാവരും നിങ്ങളെ പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുക, കോൺഗ്രസിലെ നേതാക്കളെ. കാരണം പലരും, നല്ലൊരു ശതമാനം ആളുകൾ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അത് സംസ്ഥാനത്തിന് നന്മയെ കരുതിയ. അപ്പൊ ഉത്തരവാദിത്വം നിങ്ങളുടേതാ, നിങ്ങളിലേക്കാണ് നോക്കുന്നത്. അപ്പൊ ആ ഉത്തരവാദിത്വം നിങ്ങൾ, അല്ലെങ്കിൽ ജനങ്ങളുടെ വിശ്വാസം, അത് നിങ്ങൾ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഉൾക്കൊള്ളണ്ടേ? അതല്ലേ വേണ്ടത്. യഥാർത്ഥ പ്രശ്നം എല്ലാവർക്കും അറിയാം. കാര്യം എന്താ കുഴപ്പമെന്നുള്ളത് നമുക്കറിയാം, കോൺഗ്രസ്സുകാർക്കറിയാം, നാട്ടുകാർക്കറിയാം. പക്ഷേ ഭൂരിപക്ഷം കിട്ടിയിട്ടല്ലേ മുഖ്യമന്ത്രിയാകാൻ പറ്റത്തുള്ളൂ. അതിനുള്ള നടപടിയല്ലേ നമ്മൾ ആദ്യം എടുക്കേണ്ടത്. എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇലക്ഷൻ നടത്തിയാൽ മതി ഭൂരിപക്ഷം കിട്ടുമെന്നാ. 10-35 സീറ്റുകളിലെങ്കിലും നിലവിലുള്ള MLA-മാരെ, LDF MLA-മാരെ തോൽപ്പിക്കണം, തിരിച്ചു പിടിക്കണം. മനസ്സിലായില്ലേ? അതൊന്നും അത്ര എളുപ്പത്തിലൊക്കെ നടക്കുന്ന കാര്യങ്ങളാ. നടക്കാൻ സാധ്യതയുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഭയങ്കരമായ ഭരണവിരുദ്ധ വികാരം നേരിടുന്ന ഒരു ഗവൺമെന്റാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങളും അവർക്ക് എതിരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം UDF-ന് സാധ്യതയുണ്ട്. പക്ഷേ അതിനെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. ഭൂരിപക്ഷം കിട്ടിയിട്ട് ഒരാളെ മുഖ്യമന്ത്രിയാക്കാവുന്നേ. അന്നേരം ആലോചിക്ക്. പഴയ കഥകളൊന്നും ആരും മറക്കരുത്. ഉമ്മൻചാണ്ടിക്ക് ഒരു തുടർഭരണം കിട്ടേണ്ടതായിരുന്നു. അതെങ്ങനെയാണ് ഇല്ലാതായതെന്ന് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കും നാട്ടുകാർക്കും അറിയാം എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. അത് മറക്കരുത്. അപ്പൊ നിങ്ങളൊരു കാര്യം തീരുമാനിക്കും, UDF-നെയും കോൺഗ്രസിനെയും ജയിപ്പിക്കാനെന്ന് തീരുമാനിക്കും. അതനുസരിച്ചുള്ള നടപടികളുമായി മുന്നോട്ട് പോകട്ടെ. എന്നിട്ട് നമുക്ക് മുഖ്യമന്ത്രി ആരാകണം എന്ന് തീരുമാനിക്കാം. അതല്ലേ അതിന്റെ ഒരു ഭംഗി. കോൺഗ്രസിന്റെ മറ്റൊരു പ്രശ്നം, എല്ലാവരും KPCC പ്രസിഡന്റ് ആവും. ഇവിടെ ഒരു പ്രസിഡന്റ് ഉണ്ട്, സണ്ണി ജോസഫ്. എല്ലാവരും പക്ഷേ പ്രസിഡന്റുമാരാ. ചാനൽ ലേഖകന്മാരുടെ മൈക്ക് കണ്ടാൽ മതി. അപ്പൊ ഒരു 2 മിനിറ്റ് അവിടെ ഒരു പോസ് കൊടുക്കും, ഒന്ന് നിൽക്കും, ചോദിച്ചോ എന്ത് വേണേലും പറയാന്നുള്ള മറ്റൊരു. ചാനലുകാര് വാർത്താക്ഷാമമായിട്ട് നിൽക്കുന്നവർ, അവർക്ക് വാർത്ത വേണം. പറ്റുമെങ്കിൽ അങ്ങ് പരസ്പരം അടുപ്പിച്ച് സന്തോഷിക്കണം, അവർക്കതാ വേണ്ടത്. അവിടെ നിന്നിട്ട് അങ്ങോട്ട് കൊടുക്കും ബൈറ്റ്. പലപ്പോഴും പാർട്ടിക്കെതിരാ, പാർട്ടിയുടെ നിലപാടിനെതിരായിരിക്കും, അല്ലെ പാർട്ടിക്ക് ദോഷം വരുന്ന രീതിയിലായിരിക്കും ഈ സംഭാഷണങ്ങൾ നടക്കുന്നത്. ഞാനാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓണസദ്യ ഉണ്ണാൻ പോകില്ലായിരുന്നു എന്നതുപോലെയൊക്കെയുള്ള ഡയലോഗുകൾ വീഴുന്നത്. കുറച്ചു കാലത്തേക്ക് എല്ലാവരും KPCC പ്രസിഡന്റ് ആകുന്ന ഈ ഏർപ്പാടൊന്ന് നിർത്തിയാൽ തന്നെ ഒത്തിരി ഗുണം കിട്ടും. കോൺഗ്രസിന്റെ കാര്യം സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് പറയട്ടെ. UDF-ന്റെ കാര്യം പ്രതിപക്ഷ നേതാവുണ്ട്, UDF കൺവീനറുണ്ട് അടൂർ പ്രകാശ്, അവര് പറയട്ടെ. എല്ലാവരും കൂടെ എന്തിനാണെന്ന് ഈ മൈക്കിന് മുമ്പിലേക്ക് വന്ന് ബളം വയ്ക്കുന്നത്? അത് നല്ല കാര്യമല്ല പറയുന്നത്. പലപ്പോഴും പാർട്ടിക്കും മുന്നണിക്കും ദോഷകരമായ കാര്യങ്ങളാണ്. ഈ കോൺഗ്രസിന് നേതാക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞ് ഒന്ന് ആവർത്തിക്കുക. കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ വളരെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നുണ്ട്. അവരൊരു പുതിയ ഭരണം അല്ലെങ്കിൽ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നേതൃത്വം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ
ശവമടക്കായിരിക്കും. മറക്കരുത്.